ശ്രീമദ് ഭഗവത്ഗീത മൂന്നാമത്തെ അധ്യായം കർമ്മയോഗം. കർമ്മയോഗയിലെ 11-ാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇങ്ങനെ പറയുന്നു: അല്ലയോ അർജുന, യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ സന്തോഷിപ്പിക്കുവിൻ. അങ്ങനെ സന്തുഷ്ടരായ ദേവന്മാർ നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ. ഇങ്ങനെ അന്യോന്യം സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് പരമമായ ശ്രേയസ് കൈവരും. ദേവാൻ ഭാവയതാതേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ദേവന്മാരെ എങ്ങനെ ആരാധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതം അവൻ്റെ ചുറ്റുപാടിലുമുള്ള ഓരോ പ്രപഞ്ച ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുപോലും മനസ്സിലാക്കുന്നതിനായി, അങ്ങനെ തിരിച്ചറിയുന്നതിനായി മനുഷ്യൻ്റെ അഹന്ത അവനെ അനുവദിക്കുന്നില്ല. ജീവിക്കുവാൻ ആവശ്യമായ ഊർജം പകർന്നു നൽകുന്നത് സാക്ഷാൽ സൂര്യനാണ്. ആ സൂര്യൻ്റെ ചൂടോ വായുവിൽ നിന്നുള്ള പ്രാണപ്രസരമോ ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതവും സാമർഥ്യവും ഒരു നിമിഷം ഇല്ലാതാകും. എന്നാൽ മനുഷ്യന് ജീവനും സാമർഥ്യവും പകർന്നു തരുന്ന ആ സൂര്യനും വായുവും ജീവനുള്ള പ്രപഞ്ച ഘടകങ്ങളാണെന്ന് കരുതുന്നതിന് പോലും പലർക്കും സാധിക്കുന്നില്ല.